ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിൽ എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് അത് ഞാൻ അവസാനം പറയാം കേട്ടോ എന്നാന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അവരുടെ ചെയിൻ കളഞ്ഞു പോയി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചി അത് കിട്ടാനായിട്ട് എന്നാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും കാണാതെ പോയ സാധനങ്ങളൊക്കെ പോലീസിനെ എണീപ്പിക്കേണ്ട. അങ്ങനെയല്ല കേട്ടോ, ചില കാര്യങ്ങളൊക്കെ നമ്മളുണ്ടല്ലോ വിശ്വാസത്തോടുകൂടി ചെയ്താൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലൂടെ വന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ടൊക്കെ കാണാൻ വരുന്നവർക്കാണ് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നേർച്ച നേരാറുണ്ട്, അമ്പലത്തിൽ വഴിപാട് ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ സാധിച്ചു കിട്ടിയാൽ ഞാൻ ഇതുപോലെ വഴിപാട് ചെയ്തേക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ നേരാറുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യത്തിന് എനിക്ക് അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ്. അത് അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും മലയാലപ്പുഴ അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പത്തനംതിട്ടയിലുള്ള അമ്പലമാണ്. അത് ഒരു പ്രാവശ്യം ന്യൂസിനകത്തരെയാണോ പേപ്പറിലുണ്ട് അങ്ങനെ അതിനകത്ത് വന്നതാണ്. അവിടെ ഒരു കുഞ്ഞിന് നടക്കാൻ കാലിന് പ്രശ്നം ഉണ്ടായിട്ട് അവർ ഇവിടുത്തുകാരല്ല, തമിഴ്നാട്ടുകാരോ അതോ തൃശ്ശൂർ അവിടെ കണ്ടായിട്ടുള്ള മനുഷ്യരാണ്. അവിടെ കണ്ടുള്ള എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ അതിൻ്റെ കറക്റ്റ് ഓർക്കുന്നില്ല. ഇപ്പോൾ കുറച്ചാൾ മുന്നെയാണ് ആ കുഞ്ഞ് നടന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര ശക്തിയുള്ളതാണ്. അമ്മയ്ക്ക് ഭയങ്കര അനുഗ്രഹമുള്ള മലയാളപ്പുഴ അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്. പക്ഷേങ്കിൽ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയുണ്ടല്ലോ വാരിക്കോരി നമുക്ക് തരും. നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരാതിരിക്കത്തില്ല. നമുക്കത് നമ്മൾ ചോദിച്ചേച്ച് പോന്നാൽ മതി, നമുക്ക് അമ്മ തന്നിരിക്കും. ഞാനവിടെ പോയി ഓരോ കാര്യങ്ങൾ ചോദിച്ചേച്ചിങ്ങി പോരത്തുള്ളൂ, എനിക്ക് വേണം എന്ന് പറഞ്ഞിങ്ങി പോരത്തുള്ളൂ കേട്ടോ. എനിക്കതിലത് കിട്ടും ഉറപ്പാണ്. ഭയങ്കര വിശ്വാസമാണ് ആ ഒരു അമ്പലം എന്ന് പറയുന്നത്. അപ്പം മലയാളപ്പുഴ അമ്പലം എന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. മലയാളപ്പുഴ അമ്പലം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ആ അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട്. ഒരുപാട് വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ തുണീരി പായസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ. തുണീരി പായസം അവിടെ വരുന്നവർക്കൊക്കെ അറിയാം. തുണീരി പായസത്തിൻ്റെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. പിന്നെ നെയ്വിളക്ക് കത്തിക്കും, പിന്നെ താമരമുട്ട്, അങ്ങനെ മാല, റോസപ്പൂ മാല, പിന്നെ പട്ട്, ചുമലപ്പട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതെല്ലാം അവിടെ ചെയ്യാവുന്ന എല്ലാം അവിടെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട വേറൊരു വഴിപാടുണ്ട്. ഒരു പിള്ളേർക്കൊന്നും അത് അറിയത്തില്ല കേട്ടോ. കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. കുറച്ച് പേർ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒത്തിരി പേരുമുണ്ട്, അയ്യോ ഇങ്ങനൊരു വഴിപാടിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടെന്ന് പറയും. കാര്യം എന്നാന്ന് വെച്ചാൽ അത് അവിടെ നമ്മൾ മേടിച്ച് കൊടുത്താൽ നമ്മൾ എന്നതാണോ പ്രാർത്ഥിക്കുന്നത് അതിന് മാറ്റം വരികയും ചെയ്ത് നമുക്ക് സാധിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒത്തിരി തവണ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി തവണ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട്. ഇപ്പം നമുക്ക് എന്നതിലൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളത്തിൽ ഞാനിത് മേടിച്ച് തന്നേക്കാം എന്ന് നമ്മൾ അമ്മയെടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് പോന്നാൽ മതി. ആ ജോലി നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ പക്ഷേ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പം അത് നമ്മൾ മേടിച്ച് കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിന് ഇരട്ടി പണി തിരിച്ച് കിട്ടുകയും ചെയ്യും. കാര്യം ഭദ്രകാളിയാണ്. ദേഷ്യം വന്നാൽ നമ്മളെ ശരിക്കും നമ്മൾ അനുഭവിക്കാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ട് അമ്മയെ മറക്കാൻ നിങ്ങൾ വിചാരിക്കല്, അത് നടക്കുന്ന കാര്യമേ അല്ല. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യുന്നൊരു വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം സ്ത്രീകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം തന്നെ കൺമഷി, പൊട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പം നമ്മളവിടെ വെച്ചാൽ ഭയങ്കര വിലയുടെ ഒന്നും മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ കയ്യിലെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള നമ്മൾ മേടിച്ചാൽ മതി. അതിനനുസരിച്ച് നമ്മൾ മേടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ അവിടെ വഴിപാടായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളവിടെ ചെന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ ഈ കാര്യം സാധിച്ചാൽ ഞാൻ അമ്മയ്ക്ക് സെറ്റും മുണ്ടും മേടിക്കും. അത് അവിടെ അകത്ത് തന്നെ വിൽക്കാനും കിട്ടും കേട്ടോ. അകത്ത് തന്നെ ഉണ്ട്. നമ്മളവിടെ അകത്ത് ഈ കടകളിൽ കൊടുക്കും, അമ്പലത്തിനകത്ത് തന്നെ കയറിയാലും കിട്ടും അത്. സെറ്റും മുണ്ടും, പിന്നെ ഒരു കുപ്പി പൊട്ട്. അത് ഈ സിംഗാറിൻ്റെ പൊട്ടില്ലേ, സ്റ്റിക്കർ പൊട്ട് ഒരിക്കലും കൊടുക്കരുത്. ഈ കുപ്പിപ്പൊട്ട് വേണം കൊടുക്കാനായിട്ട്, കുപ്പിപ്പൊട്ട്. പിന്നെ ഒരു ഡപ്പി സിന്ദൂരം, പിന്നെ ഒരു കൺമഷി. സിംഗാറിൻ്റെ കൺമഷിയില്ലേ, നമ്മൾ എഴുതുന്ന സൈസ് കൺമഷിയില്ലേ, അതെല്ലാം പുതിയതായിരിക്കണം കൊടുക്കുന്നത്. പഴയതൊന്നും നമ്മൾ കൊടുക്കരുത്. പുത്തനായിട്ടുള്ള സാധനങ്ങൾ വേണം കൊടുക്കാനായിട്ട്. അതെല്ലാം അമ്പലത്തിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അവിടുന്ന് അത് മേടിച്ച് നമ്മുടെ കാര്യം സാധിച്ച് നമ്മൾ നട കൊടുത്തേച്ച് അവിടെ പറഞ്ഞാൽ മതി, ഇതൊന്ന് ചാർത്തണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് നമ്മൾ ഒന്ന് പ്രദക്ഷിണം ചുറ്റി വരുമ്പോഴത്തേക്ക് അവരത് ചാർത്തിച്ച് നമ്മളോട് പറയും നേരെ ചാർത്തിയിട്ടുണ്ട് കണ്ടോളാൻ പറയും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തൊഴുത് നമുക്കത് ചെയ്താലുണ്ടല്ലോ ഉറപ്പായിട്ടും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും. അപ്പം നമ്മുടെ കളഞ്ഞു പോയ സാധനമാണേലും നമുക്കിനി ജോലിയാണേലും മറ്റ് നമുക്ക് ആരെങ്കിലും പൈസ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു വഴിപാട് അവിടെ ചെയ്താൽ ഉറപ്പാണ് സാധിച്ചു കിട്ടുന്നത്. അപ്പം എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല കേട്ടോ. കാര്യം പേരൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാര്യം അച്ചുവിനൊരു
2 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു 2.25 വയസ്സാകുന്നതേ ഉള്ളൂ അച്ചുവിന്. ആ സമയത്ത് അച്ചു എന്ന് പറഞ്ഞാൽ 1 വയസ്സാകുന്നതിന് മുമ്പേ അച്ചു സംസാരിച്ച് തുടങ്ങിയായിരുന്നു കേട്ടോ. അച്ചു സംസാരിക്കുന്ന പറഞ്ഞാൽ അച്ചു സംസാരിക്കുന്നത് ഞങ്ങളോട് വീട്ടിലുള്ളവരോട് മാത്രമേ അച്ചു സംസാരിക്കത്തുള്ളൂ, പുറത്ത് ആരോടും സംസാരിക്കത്തില്ല. അപ്പം അവിടെ അപ്പച്ചിയാണ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ കലബലാന്ന് പറയാൻ പഠിപ്പിച്ചത്, ദീപാച്ചി. അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഭയങ്കര സംസാരമാണ്, പക്ഷെ പുറത്തിറങ്ങിയ വാ തുറക്കത്തില്ലേ കൊച്ച്. ഇത് ഊമയാന്ന് വരെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതെന്നെ കേട്ടാൽ ഇത് അനങ്ങാതിരിക്കുന്നൊരു കൊച്ചാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓണത്തിന്, ഇപ്പോൾ ഈ ഓണം വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓർത്തതേ ഉള്ള ഒരു കാര്യം, ഓണം വരുന്നല്ലോ എന്ന് ഓർത്തേ ഉള്ളൂ. ഓണം വരുന്നപ്പോഴത്തേക്ക് അതെല്ലാ ഓണത്തിനും ഞാൻ ഈ കാര്യം ഓർക്കും കേട്ടോ. ഓണസമയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്നൊരു വീട്ടിൽ പോയപ്പോഴത്തേക്ക്, അപ്പോൾ അതിന് മുമ്പ് അന്ന് പകൽ ഈ തിരുവോണമൊക്കെ ആയതുകൊണ്ട് തിരുവോണത്തിന് മുന്നേ, തിരുവോണത്തിന് തലേദിവസമാണോ തിരുവോണത്തിൻ്റെ അന്നാണെന്നോ അങ്ങനെ തോന്നുന്നവർക്കുന്നില്ല, അങ്ങനെ ദിവസമായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ ആ സമയമായിരുന്നു ഓണത്തിൻ്റെ അന്ന്, തിരുവോണം ആരും തോന്നുന്നു കേട്ടോ. കാര്യം മൂത്ത ചേട്ടനൊക്കെ അച്ഛനും ഡ്രസ്സൊക്കെ എടുത്ത്, അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ചേച്ചിമാരൊക്കെ വീട്ടിൽ മൂത്ത ഏട്ടൻ അച്ഛനും കൂടെ, കാര്യം ചേട്ടൻ്റെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ പെങ്കൊച്ചാണ്. അപ്പോൾ ഇവരെല്ലാം നിലത്ത് വെക്കാതെ നോക്കുന്നതാണ്. അങ്ങനെ ഇവളെയും കൊണ്ട് പോയി ആ വീട്ടിൽ പോയി. നല്ല രസമാണ്. ചേച്ചിമാർ 2 ഉടുപ്പെടുത്തൊക്കെ കൊടുത്തു. ആ ഉടുപ്പ് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഒന്ന് ഇട്ടുകൊണ്ടും വന്ന് ഇട്ടുകൊണ്ട് പോയി ഉടുപ്പൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഉടുപ്പെല്ലാം ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ കൊച്ച് എവിടെ പോയിട്ട് വരുമ്പോഴും ഇതിൻ്റെ ദേഹത്തെ മുഴുവൻ നോക്കും. കാര്യം അച്ഛന് മാലയും കമ്മലും എല്ലാം ഇടീച്ചാണ് അന്നേരം നടത്തുന്നത്. കാര്യം ചേട്ടൻ്റെ വീട്ടിൽ ആദ്യം ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ഇടീച്ച് നടത്തുന്നത് കാണാനും. അപ്പം ഇവിടെ അരയിൽ അറിഞ്ഞാണം ഉണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കുന്നത്, പൊന്നറിഞ്ഞാണം ഉണ്ടോ എന്ന് നോക്കും. അപ്പം അത് ഉണ്ടല്ലോ എന്നുള്ളതിൽ ഞാൻ എവിടെ പോയിട്ട് വന്നാലും എവിടെ പോയാലും അംഗൻവാടി പോയപ്പം തൊട്ടാണ് അത് ഊരി വെക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ എവിടെ പോയാലും വരുന്നത് ഞാൻ നോക്കും. അപ്പം ഈ അരഞ്ഞാണം ഇങ്ങനെ കൊച്ച് പോയിട്ട് വന്ന് നോക്കി എല്ലാം കഴിച്ച് ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെ A to Z അറിയാവുന്നൊരു ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടായിട്ടുള്ളായിരുന്നു. അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ വെച്ച് ഈ അച്ചു കൊച്ചിനെ ചവിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഈ അച്ചുവിനെ തല്ലി. ചെറുതായിട്ടൊന്നും കല്ലി, ഇവളെ തൊട്ടാൽ മതി ഇവള് കരയായിട്ട് ഭയങ്കര കൊഞ്ചല വെക്കങ്ങ്. അപ്പോൾ ഇവളെ എടുത്തുകൊണ്ട് ആ വീട്ടിലെ ആ പുള്ളിക്കാരി വെളിയിലോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് ഇവളെന്തിനാ ഇവൾക്ക് ഒരു ചുരിദാർ പോലത്തെ ഒരു ഉടുപ്പൊക്കെ ആയിരുന്നു ഇടിച്ചത്. അതിൻ്റെ പാൻറ്റും ഒക്കെ ദൂരെല്ലാം കളഞ്ഞ്. അപ്പം അത് ഇടാൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്ന് നമുക്കിത് ഇടാമെന്ന് പറഞ്ഞ് വിളിച്ച് ഇത് ഇട്ടപ്പോഴത്തേക്ക് ഒന്നാമത് ഇവർക്ക് വണ്ണമില്ല, ഈ അരഞ്ഞാണം തന്നെ ഞങ്ങൾ ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പം പക്ഷെ ഊരിപ്പോത്തില്ല കേട്ടോ, ചിലപ്പോൾ ഇതിങ്ങനെ കയറി ഇങ്ങനെ കിടക്കും. അപ്പം ഞാൻ നോക്കിയപ്പം നോക്കിയപ്പോഴത്തേക്ക് അരഞ്ഞാണമില്ല. ഞാൻ പറഞ്ഞു ഉടുപ്പ് മൊത്തം ഊരി നോക്കി കഴിയുമ്പോഴത്തേക്ക് കൊച്ചിൻ്റെ അറിഞ്ഞാണില്ല. എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ. കാര്യം കൊച്ചിന് ചേട്ടൻ്റെ അറിയാലോ 28 കെട്ടുന്നത് അപ്പൻ്റെ വീട്ടിൽ നിന്നാണ്. അവിടുത്തെ ആദ്യത്തെ കൊച്ച് അച്ഛനൊക്കെ അത്രയും ആഗ്രഹിച്ച്. കാര്യം ആ അരഞ്ഞാണത്തിൻ്റെ കൊളുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. ഞാൻ അന്ന് ദീപാച്ചി ഇവളെ കുളിപ്പിച്ചപ്പോൾ ദീപാച്ചി വന്നപ്പോഴത്തേക്ക് ഞാൻ ദീപാച്ചിന് പറഞ്ഞുള്ളൂ, ഈ അരഞ്ഞാണം പൊട്ടിപ്പോയാലും ഇതിൻ്റെ കൊളുത്തൊരിക്കലും പോവുകയല്ല, നോക്കി എന്നെ കട്ടി. കാര്യം നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ അകത്താൻ പറ്റത്തില്ല, അത് ഭയങ്കര പാടാണ്. കൈകൊണ്ട് അകത്തി അത് അകലില്ല, അതുപോലെ കട്ടി കൊളുത്താണത്. അപ്പം എന്ന് ഞങ്ങൾ പറഞ്ഞതും അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞതുമാണ്. എന്നിട്ട് ഈ അരഞ്ഞാണം ഇങ്ങനെ പോയി, എനിക്കങ്ങ് അറിയത്തില്ല ഇത് എവിടെ പോയെന്ന്. ഞങ്ങൾ റോഡിലൊക്കെ പോയി. അപ്പം റോഡിലെല്ലാം പോയി ചേട്ടനും ഒക്കെ പോയി തപ്പുന്നുണ്ട്, എല്ലാവരും തപ്പി. ഇവരെല്ലാം ഒരു കൂട്ടുകാരെല്ലാം തപ്പുന്നുണ്ട്. തപ്പിയിട്ട് എല്ലാം കഴിഞ്ഞ് പോകുന്നു. എനിക്കങ്ങ് മാനസികമായിട്ട് ഭയങ്കര ഇത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസമായിട്ടുണ്ടല്ലോ, ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ ചോറ് പോലും വെച്ചില്ല കേട്ടോ. എനിക്കതുപോലെ അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ പെരക്കകത്തെല്ലാം ഇങ്ങനെ തപ്പുന്നുണ്ട്, ഇനി ഇവിടെ അങ്ങനെ തന്നെയാണോ പോയത്, ഇത് എപ്പോഴാണ് പോയത് എന്നൊക്കെ. പിന്നെ എനിക്ക് വെച്ചാൽ വീട്ടിലെല്ലാം എന്നുള്ള ഉറപ്പുണ്ട്. കാര്യം ഞാൻ വന്നു കഴിഞ്ഞ് ഇവളെ നോക്കിച്ച് ഇവളെ ഉടുപ്പിടിച്ച് ഞങ്ങൾ അന്നേരം ഇറങ്ങുമായിരുന്നു അവിടുന്ന്, പിന്നെ നിന്നില്ല. അപ്പം വീട്ടിൽ അമ്മയൊക്കെ നോക്കുന്നു ഇനി അവിടെ എങ്ങാനും വന്ന് പോയോ എന്നും പറഞ്ഞതുപോലെ. അപ്പോൾ ഈ എടുത്തയാൾ അന്ന് രാവിലെ തൊട്ട് എന്നെ വിളിക്കുന്നുണ്ട്, കിട്ടിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഈ പുള്ളിക്കാർ തന്നെ എന്നോട് പറയുന്നുണ്ട്, മെത്ത എടുത്ത് മാറ്റ്, അത് മാറ്റ്, ഇത് മാറ്റ്, തലേണയുടെ അടിയിലുണ്ടോ എന്ന് നോക്ക്, പിന്നെ കട്ടിലിൻ്റെ ഇടയ്ക്കുണ്ടോ എന്ന് നോക്ക്. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഞാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു സംശയവും അന്നേരം തോന്നിയില്ല കേട്ടോ. ഞാൻ ഈ കൊച്ചിനെ അടുത്തിരുത്തിച്ച് പറഞ്ഞു, മോനെ ഇതാരാ എടുത്തേ മോനെന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ച് ആളുടെ പേര് പറഞ്ഞു കടിച്ചൂരി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്നോടേലും കൊച്ചച്ഛൻ്റെ മോളുമായിട്ട് പറയുവേ. അപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു ബാസൻ്റെ പെങ്ങളായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എടി ഇന്ന പോലെ ഇവള് പറയുന്നു കടിച്ചൂരി ഇന്ന അവിടെ പേര് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പെണ്ണ് ചുമ്മാ സ്നേഹിച്ചിരിക്കുന്നവരായിട്ട് പിണങ്ങാനിടയാകും എന്നിങ്ങനെ പറഞ്ഞു. അന്നേരത്തേക്ക് അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ അടുത്തും വന്ന് കൊച്ചത് പറഞ്ഞു, കൊച്ച് കള്ളമല്ല പറയുന്നത്, അവൾ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ. അന്നേരം ഈ സംഭവം പോയ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു,
മലയാളപ്പുഴ അമ്മയ്ക്ക് ഇങ്ങനൊരു വഴിപാട് നേരെ ഈ സെറ്റും മുണ്ടും വാങ്ങിച്ചു കൊടുത്തേക്കാം, അത് തിരിച്ച് കിട്ടണേ അമ്മേ എന്ന് നേരാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് അങ്ങനെ ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു നേർച്ച നേരുന്നത്. ഇതുവരെ അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ അവിടെ നിന്ന് സങ്കടപ്പെട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞാണ് കേട്ടോ ഞാൻ നേർന്നത്. വീട്ടിൽ നിന്ന് തന്നെ നേർന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എനിക്ക് തിരിച്ച് തരാൻ, അവർക്ക് ഇത് കിട്ടുന്നവരെനിക്ക് തിരിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ച്. അപ്പം അങ്ങനെയായി. ഞാൻ പിന്നെ അവരോട് ഇങ്ങനെ പറഞ്ഞു, കൊച്ചിങ്ങനെ ആരുടെ പേര് പറയുന്നുണ്ട്, പേര് വ്യക്തമാകുന്നില്ല. അന്നേരം എന്നോട് ചോദിച്ചു അവൾ എന്നെ സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അവൾ നല്ല വൃത്തിക്ക് സംസാരിക്കും, പക്ഷെ അവൾ പേര് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കൊച്ചിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവമേ ഇത് ആരാണെങ്കിലും കിട്ടിയെങ്കിൽ തന്നാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാകും, കേസാകും എന്നൊക്കെ ഇങ്ങനെ എൻ്റെ വായി വന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഞാൻ എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇന്ന് അത് കിട്ടും എന്ന് പറഞ്ഞു. അന്ന് അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം അന്നത്തേക്ക് ഒരു 2-3 ദിവസമായി സംഭവം നടന്നിട്ട്. 3 ദിവസമായി. 3-ാമത്തെ ദിവസം അവർ വിളിച്ചേച്ച് പറഞ്ഞു അവരുടെ വീടിൻ്റെ അവിടെ കിടന്ന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സാധനം ഞങ്ങൾക്ക് തിരിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ സാധനം എങ്ങും കൊണ്ടുപോകല്, മാറുക പോലും ചെയ്യില്ല, തിരിച്ചു വിടുക, എന്നെ കാണിച്ചിട്ട് അതുകൊണ്ട് മാറി എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞെടി പൊട്ടിയതാന്ന് അവർ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ എനിക്കൊന്ന് കാണുന്നത് എവിടെ പൊട്ടിയെന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞു. നോക്കിയപ്പം കൊളുത്ത് എന്നതോ കൊണ്ട് വെച്ചിങ്ങനെ വെട്ടി പകുതി കൊളുത്തില്ല, പകുതി കൊളുത്തുള്ളൂ. എന്നിട്ട് അവർ പറഞ്ഞു കൊളുത്ത് ഒടിഞ്ഞെങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നു, കൊളുത്തില്ലെന്ന്. എന്നതാണേലും കൊളുത്ത് ഒടിഞ്ഞു പോയ സാധനമാണെങ്കിൽ 2 സൈഡിലും അല്ലേ ഇതിൻ്റെ കൊളുത്ത് കിടക്കുന്നത്. 2 സൈഡിലും അത് 2 ഇതായിട്ട് കിടന്ന് വെച്ച് കൊളുത്ത് ഒടിഞ്ഞു പോയി 2ആയിട്ടല്ലേ പോകത്തില്ല. പക്ഷെ പകുതി കൊളുത്തിൻ്റെ ഭാഗമില്ല, അതില്ലാതാണ് വന്നേക്കുന്നത്. അതിലും ഒരു മണ്ടത്തരം കാണിച്ചെന്നുള്ളതാണ്. കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാൻ അറിയാനും കൂടെ പഠിക്കണമെന്ന് പണ്ടുള്ളവർ പറയും. പക്ഷേ ഇവർക്ക് കക്കാൻ അറിയത്തില്ല, നിൽക്കാൻ അറിയത്തില്ലായിരുന്നു. ഇവർ ആ അരഞ്ഞാണത്തിൻ്റെ കൊളുത്ത് ഒടിച്ചെടുത്തപ്പം അത് 2 കൊളുത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അത് കിടന്നിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും വിശ്വസിച്ചായിരുന്നു അത് ഒടിഞ്ഞു പോയതാണെങ്കിലും നമ്മളത് ഒടിയത്തില്ല എങ്കിലും നമ്മളങ്ങ് വിശ്വസിച്ചായിരുന്നേനെ. പക്ഷേ ഇവരത് മുറിച്ച് ഒരു പിച്ചാത്തി കൊണ്ടോ വക്കത്തി കൊണ്ടോ എന്തോ കൊണ്ടിങ്ങനെ നടുക്കൂടെ വെട്ടിയെടുത്തതിൻ്റെ പോലത്തെ കറക്റ്റ് ഇങ്ങനെ ഇതായിട്ടുണ്ട്. തേഞ്ഞ സാധാരണ ഒടിഞ്ഞു പോകുന്നത് ഇങ്ങനെ കുറേ തേഞ്ഞൊക്കെ കഴിയുമ്പോഴല്ലേ ഒടിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒന്നുമല്ല, കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതങ്ങനെ മുറിച്ചെത്തും. ഞാൻ പറഞ്ഞു ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ആരാ എടുത്തതെന്നുള്ള കറക്റ്റ് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര വിശ്വാസമായത്. കാര്യം ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ കട്ടെടുത്താൽ അത് തരാൻ ഭയങ്കര പാടാണ്. ഒന്നാമത്തെ കാര്യം അവരെ തരാത്തതിൻ്റെ കാര്യം അത് അവർ എടുത്തെന്നുള്ളത് നമുക്ക് ബോധ്യമാവുന്നുള്ള അറിയാവുന്നുണ്ട്. അവരെ തരത്തില്ല. കാര്യം അവിടെ മൊത്തം ഞങ്ങൾ അരിച്ച് പെറുക്കിയതാണ് അന്ന്, എന്നിട്ട് കണ്ടില്ല. പിന്നെ രണ്ടാമത് മോട്ടിച്ചെടുക്കുന്നവർ ഒരിക്കലും അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല മോട്ടിച്ചെടുക്കുന്നത്. പക്ഷേ എന്നതോ അവരോ ഒരിക്കൽ ആ അമ്മയുടെ വഴിപാടിൻ്റെയാണ്, അമ്മ തോന്നിച്ചതായിരിക്കും, അവരെനിക്കത് തിരിച്ചു കൊണ്ട് തന്നു. എൻ്റെ കയ്യിൽ തന്നെ ചേട്ടയെ കൊണ്ട് തന്നു. അതോടുകൂടി ഞങ്ങൾ ആ ബന്ധം കുറേ അങ്ങ് കുറച്ചു. കാര്യം നമ്മളെ അതുപോലെ അറിയാവുന്നവരും ഇത്രയ്ക്ക് അടുത്തറിയാവുന്നവർ നമ്മളുടെ വീട്ടിൽ എന്നെ ഉപ്പും മുളകും എല്ലാം നമ്മൾ മേടിക്കുന്ന അവർക്കറിയാം. അത്രയും അറിയാവുന്ന അന്ന് ഞങ്ങൾക്ക് ഇത്ര സാമ്പത്തികം ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഈ സാമ്പത്തികമില്ല, ചേട്ടൻ്റെ വീട്ടിലൊക്കെ സാമ്പത്തികം ഉണ്ടെന്ന് പറയാം. ഞങ്ങൾക്ക് സാമ്പത്തികം ഇല്ലായിരുന്നു. ഞാനും ചേട്ടനും ജീവിക്കുന്നതെന്ന് വെച്ചാൽ ചേട്ടൻ ഡ്രൈവറായതുകൊണ്ട് ആ ഒരു ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് നമുക്കത് ഒരെണ്ണം പോയാലും പെട്ടെന്ന് മേടിക്കാനുള്ളത് കൊടുത്തില്ല. പക്ഷെ അത് പോയാൽ ചിലപ്പം അച്ഛനും അമ്മയും മേടിച്ച് കൊടുക്കുമൊക്കെ, അത് ഞങ്ങൾക്കറിയാം. അച്ഛനും അമ്മയും അവർക്കത് മേടിച്ച് കൊടുക്കും. അത് പോയെന്നും പറഞ്ഞിട്ട് അച്ഛനും അമ്മ അവർക്ക് ഒരുപാട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അതുപോലെ മേടിച്ച് കൊടുക്കുമെന്നറിയാം. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റുന്നപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു വഴിപാട് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും. പിന്നെ ഈ ഒരു അമ്പലത്തിൽ മാത്രമല്ല, ദേവീക്ഷേത്രത്തിൽ എവിടെയാണെങ്കിലും നമ്മളിങ്ങനെ നമുക്ക് നടക്കാതെ പോയതോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തിന് നിങ്ങളിങ്ങനൊരു വഴിപാട് ചെയ്താൽ ഉറപ്പായിട്ട് അത് നടന്നു കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഇത് ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് ആരോടും പറയാനും പോയിട്ടില്ല ഇന്ന ആളാണ് ഇത് എടുത്തതെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് ആരും ഇനി ഇത് നമ്മളെന്നെ പരിചയമുള്ള ആരും ഇത് അങ്ങനെ ഊഹിച്ചൊന്നും എടുക്കാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾ ഊഹിച്ചാലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനൊരു കാര്യം പറഞ്ഞത് നമുക്ക് ആ ഒരു വഴിപാട് നേർന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് അത് തിരിച്ച് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. തിരിച്ച് തരികയില്ലാത്ത ഒരാളുടെ കയ്യിൽ തന്നെ നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ശക്തി തന്നെയാണ്. അത് ഉറപ്പാണ്. എനിക്ക് നല്ല 100% ഉറപ്പുണ്ട് അമ്മയുടെ ശക്തി തന്നെയാണത്. അപ്പം നിങ്ങൾ എന്നേലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സാധിക്കുകയാണെങ്കിൽ, ജോലിയാണെങ്കിലും കല്യാണമാണെങ്കിലും പിന്നെ പഠിത്ത കാര്യമാണെങ്കിലും എന്നാ കാര്യമാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു വഴിപാട് നേർന്ന് നിങ്ങൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് തന്നെ അതെനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അമ്മയെ ഒന്ന് കണ്ട് തന്നേക്കാം നമ്മൾ നിർവഹിച്ച് പോരാമെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. ഇപ്പം മറക്കണ്ട, സെറ്റും മുണ്ടും കൺമഷി, സിന്ദൂരം, പിന്നെ കുപ്പിപ്പൊട്ട്, സ്റ്റിക്കർ പൊട്ട് ഇടുകയും ചെയ്യില്ല. അതുപോലെ നമ്മൾ ഈ കുപ്പിപ്പൊട്ട് മേടിക്കുമ്പോൾ ചിലപ്പോൾ കറുത്ത കുപ്പിയിൽ പൊട്ട് കിട്ടും. ഒരിക്കലും കറുപ്പ് കളറിലുള്ളത് അമ്മയ്ക്ക് കൊടുക്കരുത്. ചുവപ്പ് കളറോ അങ്ങനെയുള്ളത് വേണം കൊടുക്കാൻ. സെറ്റ് മുണ്ടാണെങ്കിലും ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ചുവപ്പ് അങ്ങനെയുള്ളതായിരിക്കണം, കറുത്ത കരയുടെ കൊടുക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അന്ധവിശ്വാസം ഒന്നും അല്ല. ഇനിയിപ്പോൾ കുറേ പേര് പറയും അമ്പലത്തിൽ ഇനി ഇത് തന്നെ
അത് മേടിച്ച് കൊടുത്തിട്ട് വേണമല്ലോ എനിക്ക് സാധിക്കാനായിട്ട്. എല്ലാവരും കഴിഞ്ഞ ദിവസം ആരാണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, അമ്പലത്തിൽ നമ്മൾ വാരിക്കോരി കൊടുത്താലേ നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. എൻ്റെ അനുഭവം അങ്ങനെയല്ല കേട്ടോ. ഞാൻ വാരിക്കോരി ഒന്നും അമ്പലത്തിൽ കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ ഒരു തെറ്റായ വിശ്വാസമാണ്. നമ്മൾ വാരിക്കോരി കൊടുത്താലേ നമ്മളെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളത്. ഞാൻ അമ്പലത്തിൽ പോയാൽ എനിക്ക് വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ നടത്തും, അല്ലാതെ ഞാൻ ഒരു പൈസ ആവശ്യമില്ല. പിന്നെ അവിടെ നിൽക്കും തിരുമേനിമാർക്കൊക്കെ കൊടുക്കാറുണ്ട്, നമുക്ക് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെ ഞാൻ വാരിക്കോരി അമ്പലത്തിൽ ഒരു ഇതും ചെയ്യാൻ പോയിട്ടില്ല. ഇതുവരെ ഒരു വലിയ പൈസ മുടക്കി ഒരു വഴിപാടോ കാര്യങ്ങളോ ഞാൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുക, അത് ജെന്യൂൻ ആണെങ്കിൽ ഉറപ്പായിട്ട് സാധിച്ചിരിക്കും കേട്ടോ. അല്ലാതെ അതിനപ്പുറത്തോടൊന്നും നിങ്ങൾ ടെൻഷൻ അടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല, ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വഴിപാട് നേർന്ന് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇത് പറ്റിയിട്ട് പോയിട്ട് എനിക്കത് കിട്ടിയത് ഇങ്ങനെയുള്ള. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എൻ്റെ അമ്മയുടെ, അത് എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയായിരുന്നു, അതിങ്ങനെ എടുത്താന്നും ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, കൊച്ചിൻ്റെ അറിഞ്ഞാണ് ഇങ്ങനെ പോയായിരുന്നു, എനിക്ക് തിരിച്ച് കിട്ടി, ഇങ്ങനെ വഴിപാട് നേർന്നിട്ടാണ് എന്ന് എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ എനിക്കൊന്ന് എൻ്റെ ചാനലിലൂടെ പറയാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെ വീട്ടുവിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം കേട്ടോ.